വാർത്തകളിലേക്ക് വിശദമായി പോകാം. സിപിഎം ബന്ധം ഉപേക്ഷിക്കാൻ ജി സുധാകരൻ 11 മണിക്ക് മാധ്യമങ്ങളെ കാണുന്ന സുധാകരൻ നിലപാട് പ്രഖ്യാപിക്കും. അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാണ് സുധാകരന്റെ നീക്കം. ഇന്നലെ രാത്രിയും സിപിഎം നേതാക്കൾ അനുനയ നീക്കങ്ങൾ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. കൂടിക്കാഴ്ചയിൽ മന്ത്രി സജി ചെറിയാനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചും മത്സരിക്കുമെന്ന നിലപാടിലും ഉറച്ചു നിൽക്കുകയായിരുന്നു ജി സുധാകരൻ. എല്ലാത്തിനും പിന്നിൽ സജി ചെറിയാനാണെന്നും ആലപ്പുഴയിലെ പാർട്ടിയെ സജി ചെറിയാന്റെ നേതൃത്വത്തിൽ തകർത്തുവെന്നും സുധാകരൻ തുറന്നടിച്ചു. തന്റെ വിഷയം എത്രയോ നേരത്തെ പരിഹരിക്കാവുന്നതായിരുന്നിട്ടും 5 വർഷക്കാലം യാതൊരു പരിഗണനയോ സംഘടനാ മര്യാദയോ കാണിച്ചില്ല. ഇപ്പോഴുള്ള അനുനയ നീക്കങ്ങൾ പ്രഹസനമെന്നും സുധാകരൻ കുറ്റപ്പെടുത്തി. സുധാകരൻ സ്വതന്ത്രനായി മത്സരിച്ചേക്കുമെന്ന വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത് ന്യൂസ് 18 ആണ്. ജി സുധാകരൻ മത്സരത്തിനിറങ്ങിയാൽ VS അച്യുതാനന്ദന്റെ മകൻ V അരുൺകുമാറിനെ അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാക്കി ഇറക്കാൻ സിപിഎം തയ്യാറായേക്കും. സുധാകരന്റെ നീക്കങ്ങളെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുകയാണ് കോൺഗ്രസ്. ശരണ്യ സ്നേഹജനും VV അരുണും ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദ്യം ശരണ്യയിലേക്ക് പോവാം. ശരണ്യ, ഇനി മണിക്കൂറുകൾ മാത്രമേ സുധാകരന്റെ വാർത്താ സമ്മേളനത്തിനായി ബാക്കിയുള്ളൂ. ഈ ഒരു സമയത്തിനിടയ്ക്ക് സിപിഎമ്മിനിടയിലും സുധാകരനിടയിലും എന്തെങ്കിലും മാജിക്ക് നടക്കാനുള്ള സാധ്യതയുണ്ടോ? അനുശ്രീ, അത്തരം കാര്യങ്ങളൊന്നും ഇനി ഉണ്ടാവില്ല എന്നുള്ളത് ഇന്നലെ രാത്രിയോടുകൂടി ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. സിപിഎമ്മിന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, കേന്ദ്ര കമ്മിറ്റി അംഗം, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, ജില്ലാ സെക്രട്ടറി R നാസർ ഉൾപ്പെടെയുള്ളവരാണ് ഇന്നലെ ജി സുധാകരനുമായി അദ്ദേഹത്തിന്റെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് ജി സുധാകരന്റെ പുന്നപ്രയിലെ വസതിയിലാണ്. 11 മണിയോടുകൂടി അദ്ദേഹം മാധ്യമങ്ങളെ കാണും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്നലെയും എത്തിയ പാർട്ടി നേതൃത്വത്തോടെ കൃത്യമായി തന്റെ നിലപാട് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, തനിക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ കാര്യങ്ങൾ, അതായത് കഴിഞ്ഞ 5 വർഷക്കാലം താൻ നേരിട്ട അതിർത്തിയുടെ വിവരങ്ങൾ കൂടി അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനമായി ഉന്നയിച്ചത് സജി ചെറിയാന്റെ നേതൃത്വത്തെയാണ്. കാരണം സജി ചെറിയാൻ നേതൃത്വത്തിൽ പാർട്ടിയുടെ മെറിറ്റ് ആലപ്പുഴയിൽ നഷ്ടപ്പെട്ടു എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ അദ്ദേഹം തുറന്നുവെച്ചു. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കം, അദ്ദേഹം ആ പോസ്റ്റ്, നമുക്കറിയാം ന്യൂസ് 18 ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ ആണ് അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആയി വരുന്നത്. MB ഗോവിന്ദനുമായുള്ള വിഷയം അദ്ദേഹത്തെ പരിഗണിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് നൽകിയ മറുപടി, ആ മറുപടി തുടർന്ന് ഉണ്ടായ കാര്യങ്ങൾ അദ്ദേഹത്തെ വലിയൊരു ഈ 5